CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനമായ റെയ്ഡ്കോയിൽ CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ സ്ഥാപനത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ചെയർമാൻ M. സുരേന്ദ്രൻ. സ്ഥാപനത്തിനെതിരായ നിലപാടിന്റെ കാര്യത്തിൽ INTUCയും CITUവും തമ്മിൽ ബായി ബന്ധമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ട്രേഡ് യൂണിയനുകൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അത് ഒരു സ്ഥാപനത്തിന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ടുകൂടിയാവണമെന്നും M. സുരേന്ദ്രൻ പറഞ്ഞു. വരവിനേക്കാൾ കൂടുതൽ ചെലവാണ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ആ സ്ഥാപനത്തിനകത്തുള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഭരണസമിതികൾ വരികയും പോവുകയും ചെയ്യും. അവർ സ്ഥാപനത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി പദ്ധതികളും പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യും. ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടവർ അവിടുത്തെ ജീവനക്കാരാണ്. അത് റെയ്ഡ്കോ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു സ്ഥാപനത്തിലെയും ജീവനക്കാരാണ് സുപ്രധാനമായ ഉത്തരവാദിത്വം. ഓണത്തിന് 3 മാസത്തെ ശമ്പളം കൊടുക്കാൻ സാധ്യമാവാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏത് വിധേനയും ഓണത്തിന് ശമ്പളം കൊടുക്കണം എന്ന ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്കോവിൻ്റെ ഒരു യൂണിറ്റാണ് മാവിലായി കറി പൗഡർ ഫാക്ടറി. അത് ശരിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സഹായത്തോടു കൂടിയാണ് ചെറിയൊരു അഭിവൃദ്ധി പ്രാപിച്ചത്. കോവിഡ് കാലം മുതൽ അതും വലിയ നഷ്ടത്തിലായിരുന്നു ആദ്യകാലത്തൊക്കെ. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, 3 മാസത്തെ ശമ്പളം കൊടുക്കാൻ കറി പൗഡർ ഫാക്ടറിയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് നൽകാനുള്ള തുക 1.25 കോടി രൂപ ആ മാവിലായി ഫാക്ടറിയിൽ നിന്ന് വായ്പ വാങ്ങി ശമ്പളം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ആർക്ക് കറി പൗഡർ ഫാക്ടറിയിലേക്ക് അവർക്കല്ല കൊടുക്കേണ്ടത് ആ പണം കൊടുക്കേണ്ടത് സാധനങ്ങൾ ഞങ്ങൾക്ക് തരുന്നവർക്കാണ്. കടമായി വാങ്ങിയതാണ് അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ആ പണം അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവരും സാധനം തരാതെയാവും. ഇങ്ങനെ കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ മുറിച്ചു കടക്കാനും ഓണത്തിന് ശമ്പളം കൊടുക്കാനുമാണ് ഈ കാര്യം ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തൊരു കാര്യത്തെപ്പറ്റി 4 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല എന്ന പ്രചരണമാണ് എൻ്റെ മാധ്യമ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2 മാസമുള്ളത് ശരിയാണ്. ഇവിടെ റെയ്ഡ്കോ രക്ഷപ്പെടണമെങ്കിൽ, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ വരവുണ്ടാവണം. വരവ് ഉണ്ടായാൽ മാത്രമേ അത് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് ജീവനക്കാർ പലരും സന്നദ്ധരാണ്. എന്നാൽ അത്തരം പദ്ധതികളോട് വേണ്ടത്ര സഹകരണാത്മകമായ ഒരു മനോഭാവം അവിടെ 2 ട്രേഡ് യൂണിയനുകളുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് പലകുറി ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചതാണ്. ഇപ്പോഴും ഞങ്ങൾ അവരുടെ നേതാക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിലും ഞങ്ങൾ പറയുന്നത് ഈ സ്ഥാപനം ജീവനക്കാരുടേതാണ്. വരവ് കുറഞ്ഞതും ചിലവ് കൂടിയതുമാണ് റെയ്ഡ്കോയിലെ പ്രതിസന്ധിക്ക് കാരണം. ഇത് തരണം ചെയ്യാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണെന്നും അതോടെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും M. സുരേന്ദ്രൻ പറഞ്ഞു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.